അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ ആയുസ് വർദ്ധിക്കുക എന്നുള്ളത്. ആ ആയുസ് വർദ്ധിക്കാനുള്ള 7 കാര്യങ്ങളാണ് ഈ സുദിനത്തിൽ, ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം സിലത്തുർ റഹിം, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക എന്നുള്ളതാണ്. കുടുംബ ബന്ധങ്ങൾ ചേർത്താലുള്ള ഏറ്റവും വലിയൊരു ഗുണം അവന് ആയുസ് വർദ്ധിക്കും എന്നുള്ളതാണ്. ആയുസ് വർധനത്തിന്റെ ഏറ്റവും വലിയൊരു മാർഗമായി മഹാന്മാര് പഠിപ്പിക്കുന്നത് അതിന്റെ ആ കുടുംബ ബന്ധം ചേർത്താലുള്ള ഒന്നാമത്തെ റിസൾട്ട് അവന്റെ ആയുസ് അല്ലാഹു സുബ്ഹാനഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കും. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ പലരുടെയും ചരിത്രം നാം നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഒരിക്കൽ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു പോകുന്ന ഒരു രംഗമുണ്ട്. അവിടെ വെച്ച് ഒരാൾ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് എന്തോ ഒരു കാര്യം ചർച്ച ചെയ്യാനും പരാതിപ്പെടാനും വേണ്ടി വന്നപ്പോ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇപ്പോൾ ഇറങ്ങിപ്പോയവൻ ഉടനെ തന്നെ അവന്റെ റൂഹ് പിടിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞു. മഹാനരായ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറഞ്ഞതിന് ശേഷവും പിന്നെ 20 വർഷത്തോളം കഴിഞ്ഞ് ഈ വ്യക്തിയെ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുകയാണ്. അപ്പോൾ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യം ബഹുമാനപ്പെട്ടവർ ഓർക്കുകയാണ്. ഇയാളുടെ റൂഹ് പിടിക്കാൻ അന്ന് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ പിടിക്കുമെന്ന് പറഞ്ഞതാണല്ലോ, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞതാണല്ലോ. എന്നിട്ട് എന്താണ്, 20 കൊല്ലം കഴിഞ്ഞല്ലോ. പിന്നൊരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്ന സന്ദർഭത്തിൽ മഹാനവറുകൾ ചോദിക്കുകയാണ്, അല്ല അസ്രായിൽ അലൈഹിസ്സലാം, നിങ്ങൾ ഇന്ന മനുഷ്യനെ കുറിച്ച് ഉടനെ അവന്റെ റൂഹ് പിടിക്കുമെന്ന് പറഞ്ഞതാണല്ലോ, പിന്നെയും 20ഓളം വർഷങ്ങൾ കഴിഞ്ഞ് അവനെ ഞാൻ കണ്ടുമുട്ടുകയുണ്ടായല്ലോ. അതിന് മറുപടിയായി അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അല്ലയോ പ്രവാചകരെ, ഇവിടെ നിന്ന് അവൻ പോയതിനു ശേഷം അവനോട് പിണങ്ങിക്കഴിഞ്ഞിരുന്ന അവന്റെ മാതാവിന്റെ സഹോദരിയെ അവരുടെ വീട്ടിൽ അവൻ പോയി കാണുകയാണ്. ആ ബന്ധം അവർ പുലർത്തുകയാണ്. അവരോട് അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് ആ വീട്ടിലൂടെ കയറി ഇറങ്ങി ഒന്ന് പോയി ആ ബന്ധം അവിടെ സ്ഥാപിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് ദീർഘായുസ് നൽകുകയാണ്. അങ്ങനെയാണ് 20 കൊല്ലത്തേക്ക് അവന്റെ ആയുസ് അല്ലാഹു വർദ്ധിപ്പിച്ചു തന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബലിപെരുന്നാൾ ദിവസത്തിന്റെ സന്ദേശമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കുടുംബാദികളെ സന്ദർശിച്ചുകൊണ്ട് നമ്മുടെ ആയുസ്സിന് വർധനവുണ്ടാക്കുക. ഒരു 10 കൊല്ലം കൂടി നമ്മുടെ മക്കളോടൊപ്പം നമ്മൾ ജീവിച്ചിരുന്നാൽ അത് നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും ഗുണമാണ്. എത്ര റാഹത്താണ്, നമുക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ കഴിയും, ഒരുപാട് കാലം നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ആരോഗ്യത്തോടെയുള്ള ആയുസ്സിന് വേണ്ടി ഒന്നാമത്തെ ടിപ്പായി, ഒന്നാമത്തെ ഒരു സൂത്രവാക്യമായി കുടുംബ ബന്ധത്തെ ചേർക്കാൻ അതിന് തയ്യാറാവണം. അതിന് പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് ഈ ബലിപെരുന്നാളിന്റെ അവധി ദിവസങ്ങൾ. അതുകൊണ്ട് നാം ആ പ്രധാനപ്പെട്ട കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വാഹനത്തിലോ മറ്റു വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തിയോ നാം ബന്ധുക്കളുടെ അടുക്കൽ പോയി ആ ബന്ധങ്ങൾ ചേർക്കുകയും പിണങ്ങിക്കഴിയുന്നവരെ പ്രത്യേകം പരിഗണിച്ച്, സാധാരണ നമ്മൾ സന്തോഷത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കുന്നതിനേക്കാളും പിണങ്ങിക്കഴിയുന്ന കുടുംബാദികൾ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെന്ന് കയറാൻ പറ്റുന്ന ഒരു അവസരമാണ്. നമുക്ക് പലപ്പോഴും ഞാൻ ആദ്യം എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്, അവരിങ്ങോട്ട് വരട്ടെ എന്നൊരു ചിന്തയാണ്. എന്നാൽ ഈ പെരുന്നാൾ സുദിനത്തിൽ ഏറ്റവും പറ്റിയൊരു അവസരമാണ്. കാരണം പെരുന്നാൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. അപ്പൊ ആ ഒരു ആനുകൂല്യം മുതലാക്കി എന്റെ കരളിന്റെ കഷ്ടങ്ങളായ സഹോദരങ്ങളെ, ഈ ഒരു അവസരം നാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു ബർക്കത്ത് ചെയ്യും, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഏതെങ്കിലും ഒരു പിണങ്ങിയിരിക്കുന്ന ഒരു സഹോദരൻ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ അവരോട് മുഖം തിരിഞ്ഞ് നിങ്ങൾ കാണിക്കരുത്, അവരെ സ്വീകരിക്കണം. അൽഹംദുലില്ലാ, നീ വന്നല്ലോ, എത്ര നാളായി നീ വന്നിട്ട്, നീ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ആദ്യം ഒരാൾ ചെന്നാൽ അവന് 2 സ്വർഗമുണ്ടെന്നാണ്. ആ രണ്ടാമത്തെ ആൾക്ക് 1 സ്വർഗമേ ഉള്ളൂ.
അതുകൊണ്ട് ആ 2 സ്വർഗം വാങ്ങാനുള്ള പരിശ്രമം ഈ ബലിപെരുന്നാൾ ദിവസത്തിൽ നമ്മൾ നിന്നുണ്ടാകണം. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ രണ്ടാമത്തെ കാര്യം ഹുസ്നുൽ ജിവാർ, അയൽക്കാരോടുള്ള നമ്മുടെ സൽസ്വഭാവം. അയൽപക്കത്തുള്ള ആരായിക്കൊള്ളട്ടെ, ഒരു അയൽക്കാരൻ ആരാണ്? അത് നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മുടെ ബന്ധുക്കളെക്കാളും നമുക്ക് ഓടി വരേണ്ടത് അവരാണ്. ബന്ധുക്കൾ ദൂരത്ത് നിന്ന് എത്തുമ്പോഴേക്കും ഒരു പ്രതിസന്ധിയോ പ്രയാസമോ, രാത്രിയിൽ ഒരു നിലവിളിയോ ഒരു വേദനയോ, നമുക്കെന്തെങ്കിലും ഒരു ആവശ്യമോ വരുമ്പോൾ ആദ്യം വരേണ്ടത് നിന്റെ അയൽക്കാരാണ്. അയൽക്കാരെന്ന് പറഞ്ഞാൽ 40 വീടാണ്. നിന്റെ വീടിന്റെ 4 ഭാഗത്തേക്കുമുള്ള 40 വീട്, പരിസരത്തുള്ള 40 വീടുകളാണ് നിന്റെ അയൽക്കാർ. ആ ഗണത്തിൽ ആ 40 വീട് വരും. അതിൽ മനുഷ്യന്മാരായിട്ടുള്ള എല്ലാവരും വരും. അവിടെ മതത്തിന്റെയോ വർഗത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ജാതിയുടെയോ ഭിന്നതകളില്ലാതെ എല്ലാവരും അയൽക്കാരാണ്. ആ അയൽക്കാരോടുള്ള സഹവർത്തിത്വവും സഹകരണവും സഹായങ്ങളും അവരെ കാണുമ്പോഴുള്ള ഒരു പുഞ്ചിരിയും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അത് നമ്മുടെ ആയുസ്സിന്, ദീർഘായുസ്സിന് കാരണമാണ് എന്ന് മഹത്തുക്കളായ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് അയൽക്കാരുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവസാനം ഞാൻ ചിന്തിച്ചു പോയി. ജിബ്രീൽ എന്നോട് പറയുമോ, സ്വത്തിന്റെ അവകാശങ്ങളായി അനന്തരഗാമികൾക്ക് വീതിച്ചു കൊടുക്കുന്ന മസലയിൽ അയൽക്കാർക്കും കൂടെ ഒരു ഓഹരിയുണ്ടേ നബിയേ എന്ന് ജിബ്രീൽ പറയുമോ എന്ന് ഞാൻ ഭയന്നു പോകത്തക്ക രീതിയിൽ അത്ര കണ്ട് അടുപ്പിച്ച് മഹത്വമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതേ അയൽക്കാരോടുള്ള മഹത്വങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. സഹാബാ, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബി വസല്ലം. അപ്പോൾ ആയുസ് ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം, രണ്ടാമത്തെ ടിപ്പ്, അത് അയൽക്കാരോടുള്ള നമ്മുടെ ബന്ധങ്ങളാണ്. അവർക്കൊരു പ്രയാസം ഉണ്ടാവുന്നത് ഒന്നും നമ്മൾ ചെയ്യരുത്. അവരുടെ ആ പുരയിടത്തിലേക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന്, നമ്മുടെ പറമ്പിൽ നിന്നൊരു മരക്കൊമ്പ് ചാഞ്ഞു കിടന്നാൽ അതവർക്ക് ശല്യമാണെന്ന് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നമുക്ക് തോന്നിയാൽ അത് വെട്ടി വെളിപ്പാക്കി കൊടുക്കണം. അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ പുരയിടത്തിലെ വേസ്റ്റുകൾ അങ്ങോട്ട് വലിച്ചെറിയരുത്. അവർക്ക് പ്രയാസമാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുത്. അവന്റെ സമ്പത്ത് സംരക്ഷിക്കുന്ന ഒരു നല്ല കൂട്ടുകാരനായി നമ്മൾ മാറണം. അവരുടെ വീടുകളിലേക്ക് പെരുന്നാളിന് നമുക്ക് അതിനൊക്കെ പറ്റിയ അവസരങ്ങളാണ്. നല്ല ബേക്കറി സാധനങ്ങൾ, അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ, ആഹാര സാധനങ്ങൾ, അതൊക്കെ നമുക്ക് കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സന്ദർഭമാണ് ഈ സന്ദർഭം. അതുകൊണ്ട് നമ്മുടെ ആയുസ് വർദ്ധിക്കാൻ അത് കാരണമാണ്. മൂന്നാമത്തത് ഹുസ്നുൽ ഖുൽഖ്, അവന്റെ സൽസ്വഭാവം. മീസാൻ എന്ന് പറയുന്ന നന്മയെ തിന്മയെ പരിശോധിക്കുന്ന, ഇഴകീറി പരിശോധിക്കുന്ന ആ സംവിധാനത്തിൽ നമ്മുടെ നന്മയുടെ ത്രാസിൽ ഏറ്റവും കൂടുതൽ ഭാരമുള്ളത് അവന്റെ സൽസ്വഭാവത്തിനാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് സൽസ്വഭാവം? സൽസ്വഭാവത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം മുഖപ്രസന്നതയാണ്. ആ മുഖത്തെപ്പോഴും നമുക്ക് നോക്കാൻ പറ്റും. ചിലര് ഡ്യൂപ്ലിക്കേറ്റ് അഥവാ നിർമ്മിത ഗൗരവം ഉണ്ടാക്കി നടക്കുന്ന ആളുകളുണ്ട്. ആരോടും അവരങ്ങനെ പെട്ടെന്ന് കയറി ചിരിക്കുകയില്ല. അവരെപ്പോഴും ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഗൗരവം മുഖത്തിൽ ഇങ്ങനെ വെച്ചിരിക്കും. എന്നാൽ അങ്ങനെയല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നിരുന്നത്. അത്തബസ്സുമു സദഖത്തുൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുഞ്ചിരി അതൊരു സദഖയാണ്. ആർക്കും നമ്മുടെ മുഖത്ത് നോക്കാൻ പറ്റും. ഒരു ചിരി, അതാണ് നമുക്ക് ആദ്യം കൊടുക്കാൻ പറ്റുന്ന ഒരു സന്തോഷത്തിന്റെ സന്ദേശം. ആ ഒരു ചിരിയിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ മഞ്ഞ് ഉരുകും പോലെ, പാറ ഉരുകുന്ന, കട്ടിയായ ഇരുമ്പ് ഉരുകുന്ന ആ പുഞ്ചിരിക്കതിന് കഴിയും. അതിനുള്ള കഴിവുണ്ട്. നാം ആ ഒരു സ്വഭാവത്തിൽ ഒന്ന് നടന്നു നോക്കൂ. ഏത് മനുഷ്യനും നമ്മളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കും. മുഖത്തിന്റെ പ്രസന്നത അവൻ ഇങ്ങനെ കാണിക്കും. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുമ്പോൾ എപ്പോഴും ഒരു സന്തോഷമാണ്, എപ്പോഴും ഒരു ചിരിയാണ്. ഒരിക്കലും ഇരുട്ട് കയറിയ മുഖം പോലെ അവൻ ഉണ്ടാവില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട്, എപ്പോഴും ഒരു പുഞ്ചിരിച്ചുകൊണ്ട് ആ നേരിടുന്ന എല്ലാവരോടും നല്ല സൗഹാർദ്ദത്തിൽ സംസാരിക്കുന്ന
ആ സംസാരത്തിനേക്കാളും ആദ്യം വരേണ്ടത് പുഞ്ചിരിയാണ്. ആ പുഞ്ചിരി നമ്മുടെ ഹുസ്നുൽ ഖുൽഖിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് ആ ഒരു ഹുസ്നുൽ ഖുൽഖ് നാം നല്ലതുപോലെ സൂക്ഷിച്ചാൽ അത് നമ്മുടെ ആയുസ്സിന്റെ വർധനവിന് കാരണമാണ് എന്ന് മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നാലാമത്തത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എപ്പോഴും അള്ളാഹുവിനോട്, അള്ളാഹുവേ ഞങ്ങൾക്ക് ആയുസ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം, ഇബാദത്തിലായി നിന്റെ ത്വാഅത്തിനായുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണമെന്ന ദുആ നിരന്തരം നാം ദുആ ചെയ്യണം. അങ്ങനെയുള്ള അർത്ഥമുള്ള അല്ലെങ്കിൽ ആയുസ്സിന് വേണ്ടിയുള്ള ദുആ എമ്പാടുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദുആയാണ് നമുക്ക് ഇങ്ങനെ പഠിച്ചു വെക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യുകയും പഠിക്കുകയും ഈ സ്ക്രീനിലൂടെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുവെങ്കിൽ അത് പഠിച്ച് കണ്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുകയും നിരന്തരം അള്ളാഹുവിനോട് ദീർഘായുസിന് വേണ്ടി ദുആ ഇറക്കുകയും ചെയ്യണം. കാരണം നമ്മുടെ മക്കളോടൊപ്പം ഒരു ദിവസവും കൂടി അധികം നമ്മൾ ഹയാത്തിലുണ്ടെങ്കിൽ അത് അവർക്കൊരു തണലാണ്. മാത്രമല്ല നമ്മുടെ ഇബാദത്ത് നന്മയുടെ ബാഗേജിൽ ലഗേജിൽ നന്മ വർദ്ധിപ്പിക്കാൻ ആ ഒരു ദിവസവും നമുക്ക് മതിയാവുന്നതാണ്. അതുകൊണ്ട് നാം അതിനു വേണ്ടി ആ ഒരു ദീർഘായുസ് എന്ന അനുഗ്രഹത്തിന് വേണ്ടി ദുആ ചെയ്യുക. അത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ അക്സിർ മാലി وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي. اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي. اللهم أكثر مالي, അല്ലാഹുവേ എനിക്ക് സമ്പത്ത് നീ വർദ്ധിപ്പിച്ചു തരണം. അല്ലാഹ് വലദി, എന്റെ സന്താനങ്ങളും, വബാരിക് ഫീമാ അഅതൈതനി, നീ തന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിനെല്ലാം നീ അനുഗ്രഹങ്ങൾ ചൊരിയണേ അല്ലാഹ്. വഅത്തിൽ ഹയാത്തി അലാ തഅതിക, നിന്നെ അനുസരിച്ചുകൊണ്ടുള്ള ആയുസ്, നിന്നെ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം, അത് ദീർഘായുസ് നൽകണേ അല്ലാഹ്. വഅഹ്സിൻ അമലി, എന്റെ പ്രവർത്തനങ്ങൾ നന്മയുള്ള പ്രവർത്തനങ്ങളാക്കണേ അല്ലാഹ്. വഗ്ഫിർ ലീ, എനിക്ക് നീ മാപ്പ് ചെയ്ത് വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണേ അല്ലാഹ്. ഈ പ്രാർത്ഥന നിങ്ങളുടെ ആയുസ് വർദ്ധിക്കാൻ കാരണമാകുന്നതാണ്. അപ്പൊ നാലാമത്തെ കാര്യം പ്രാർത്ഥനയാണ്, ദുആയാണ്. എല്ലാ ദുആയിലും അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കുക, ദീർഘായുസ് ചോദിക്കുക. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ദുആയാണ് അല്ലാഹുമ്മ അക്സിർ മാലി വവലദി വബാരിക് ലി ഫീമാ അഅതൈതനി വഅത്തിൽ ഹയാതി അലാ തഅതിക വഅഹ്സിൻ അമലി വഗ്ഫിർ ലി. അഞ്ചാമത്തെ കാര്യം ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ഗുണം ചെയ്യുക എന്നുള്ളത്. മാതാപിതാക്കളോട് ഗുണം ചെയ്യുക എന്നുള്ളത് അവരോട് സന്തോഷത്തോടെ പെരുമാറുക എന്നുള്ളത്, എല്ലാ കാര്യവും അവരോട് ചർച്ച ചെയ്യുക എന്നുള്ളത്, എല്ലാ കാര്യത്തിനും അവരെ മുന്നിൽ നിർത്തുക എന്നുള്ളത്. മാതാപിതാക്കളോട് നീ ഗുണം ചെയ്താൽ നിന്റെ ആയുസ് വർദ്ധിക്കുന്നതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പ്രഭാതത്തിൽ ഓടി വന്നിട്ട് സഹാബികളോട് പറഞ്ഞു, സഹാബാക്കളെ, ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു, കുറെ ആളുകളുടെ പ്രതിസന്ധികളെ കണ്ടു. ആ പ്രതിസന്ധിയുടെ കടലുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത് അവരുടെ സൽക്കർമ്മങ്ങളാണ്. അതിൽപ്പെട്ട ഒരു സൽക്കർമ്മം, ഒരു മനുഷ്യനെ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് വേണ്ടി അവൻ ചെയ്ത ആ ഗുണം അവിടെ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, അല്ല അസ്രായിൽ, ഈ മനുഷ്യനെ ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല, അവന് ദീർഘായുസ് കൊടുക്കണമെന്ന് ഈ മനുഷ്യന് വേണ്ടി വാദിക്കുകയും അങ്ങനെ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തീരുമാനത്തിനനുസരിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഏകദേശം 10-15ഓളം ആ സംഭവങ്ങൾ, കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ആ രാത്രിയിൽ കണ്ടത് പറയുന്നു. മറ്റൊരു വീഡിയോയിൽ നമ്മൾ അത് ചെയ്തതാണ്.
ആ മൊത്തവും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വിശദീകരിച്ചതാണ്. ഇവിടെ ഇപ്പോ മാതാപിതാക്കളോട് ചെയ്യുന്ന നന്മകൾ അത് നമ്മുടെ ആയുസ് വർദ്ധിക്കുന്നതിന്റെ എങ്ങനെയാണ് അതിന്റെ രൂപം? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വിധിച്ച കാര്യങ്ങളും അമലുകൾ കൊണ്ട് നീണ്ടു കിട്ടുന്ന കാര്യങ്ങളുമുണ്ട്. അള്ളാഹുവിന്റെ ഖളാ രണ്ട് രൂപത്തിലാണ്. ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഖളാ ഉണ്ട്, എന്നാൽ അമലുകൾ കൊണ്ട് നമുക്ക് അള്ളാഹു അനുവദിച്ചു തരുന്ന പിന്നെ ആനുകൂല്യങ്ങൾ എടുക്കാൻ പറ്റുന്ന ഖളാഉകളും ഉണ്ട്. അതിൽപ്പെട്ട ഒരു ഖളാ ആണ് ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാതാപിതാക്കൾക്ക് വേണ്ടി അവൻ ഗുണം ചെയ്താൽ അതിന്റെ ഒരു സൈഡ് എഫക്ട്, അതിന്റെ റിസൾട്ട്, അതിന്റെ പ്രോഫിറ്റ് അവന്റെ ആയുസ് വർദ്ധിക്കും എന്നുള്ളതാണ്. അത് വ്യക്തമായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് മാതാപിതാക്കൾ, പെരുന്നാളൊക്കെ വരികയാണ്, ഒരു പക്ഷേ കുടുംബത്തിന്റെ വ്യാപ്തി കാരണം പലരും പല വീടുകളിൽ മാറി താമസിക്കുകയാണ്. ഉമ്മയുടെ അടുത്തേക്ക് പോകണം, വാപ്പയുടെ അടുത്തേക്ക് പോകണം, അവരുടെ ആ ചുക്കിച്ചുളിഞ്ഞ കാലുകളൊക്കെ ഒന്ന് തടകി കൊടുക്കണം, ആ നെറുനെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കണം, അതേപോലെ ആ ഉമ്മ വാരിത്തരുന്നത് കഴിക്കണം, അവരോട് കാര്യങ്ങൾ സംസാരിക്കണം, അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കണം, നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണം. ചില ആളുകളുണ്ട്, കച്ചവടക്കാർ, രാവിലെ പോകുമ്പോ ഉമ്മാക്ക് ഒരു 100 രൂപ കൊടുത്തിട്ട് പോകും, ഉമ്മാക്ക് ഒരു സദക്ക കൊടുത്തിട്ട് പോകും, അല്ലെങ്കിൽ അവരുടെ പീടികകളുടെ വീടുകൾ അതിന്റെയൊക്കെ ഉദ്ഘാടനത്തിന് ഉമ്മായെ മുന്നിൽ നിർത്തും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മാതാവിന്റെ ആ ഒരു പ്രത്യേകമായ ദുആ സന്തോഷത്തോടെ അവർക്ക് ലഭിക്കും. അവര് ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലെത്തും. സുബ്ഹാനല്ലാഹ്. അത് മാതാപിതാക്കളോടുള്ള ആ ഒരു പ്രത്യേകമായ ആ പരിഗണന, പ്രത്യേകമായ ഒരു സ്നേഹം, അത് ദീർഘായുസ്സിന് കാരണമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, വൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അക്രമ ശാബുൻ ശൈഖൻ ലിസിന്നിഹി ഇല്ലാ ഖയ്യലല്ലാഹു ലഹു മൻ യുക്രിമുഹു അൻഹു സിന്നിഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ബഹുമാനപ്പെട്ട തുർമുദി ഇമാം കൊണ്ടുവരികയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ വൃദ്ധനായ ഏതൊരാളെയും ആ വാർദ്ധക്യത്തിന്റെ സാഹചര്യം കൊണ്ട് പ്രയാസം അനുഭവിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആ വൃദ്ധനെയോ അല്ലെങ്കിൽ ആ വൃദ്ധയെയോ സഹായിച്ചാൽ ഇല്ലാ ഖയ്യലല്ലാഹു ലഹു മൻ യുക്രിമുഹു അൻഹു സിന്നിഹി, അവന്റെ പ്രായാധിക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ അവനെ സഹായിക്കാൻ അല്ലാഹു മറ്റൊരാളെ അവിടെ തീരുമാനിക്കുന്നതാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ വാർദ്ധക്യ സഹജമായ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഒരാള് വിഷമിക്കുന്നുവെങ്കിൽ ചെറുപ്പക്കാരാ, നീ ചെന്ന് അവരെ സഹായിക്കണം. അത് ആരായിക്കോട്ടെ, അത് മാതാപിതാക്കളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, അതേപോലെ തന്നെ പിന്നെ അമുസ്ലിമീങ്ങളായിക്കോട്ടെ, ആരായിക്കോട്ടെ, അള്ളാഹുവിന്റെ അടിമകളാണോ മനുഷ്യന്മാരാണോ അവരെ നീ സഹായിക്കണം. ഞാൻ ഓർക്കുകയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ SSLC കഴിഞ്ഞിട്ട് TKM കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളേജ് വിട്ട് വരുന്ന വഴിയിൽ ഞങ്ങൾ കൂട്ടത്തോടെ ഇങ്ങനെ വരുന്ന വഴിയിൽ ആ ജംഗ്ഷനിൽ തിരക്ക് പിടിച്ച കരിക്കോട് ജംഗ്ഷനിൽ ഒരു മാതാവ്, വൃദ്ധയായ ഒരു മാതാവ് റോഡ് ക്രോസ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ വാഹനങ്ങൾ തുരുതുരാ വരുന്നത് കൊണ്ടും വിദ്യാർത്ഥികളുടെ തിരക്ക് കൊണ്ടും അവർക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ അവരുടെ കൈ പിടിച്ചു. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എന്നിട്ട് അവരെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ചു മടങ്ങി. അപ്പൊ അവർക്ക് എന്തോ ഒരു സന്തോഷമാണ്. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നീ ആരെയെങ്കിലും വാർദ്ധക്യ സമയത്ത് സഹായിച്ചാൽ നീ ആ വാർദ്ധക്യമാകുമ്പോൾ നിന്നെ സഹായിക്കാൻ അള്ളാഹു മറ്റൊരാളെ നിയമിക്കുന്നതാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം, ഒരാൾ 90 വയസ്സുള്ള ഒരു വാർദ്ധക്യം പിടിച്ച ആളെ സഹായിച്ചാൽ അതേ 90 വയസ്സ് നിനക്കുണ്ട് എന്നതിലേക്കൊരു തെളിവാണ്, സൂചനയാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഫീഹി ഈമാഉൻ ഇലാ വഅദി മൻ അക്രമ ശൈഖൻ അസ്സന്നഹു അല്ലാഹു തആല ബിഅൻ യുതവ്വല ഉംറൽ മുക്രിമി ഹത്താ ബലഗ ദാലിക സിന്ന വയുഖദ്ദിറുല്ലാഹ ലഹു മൻ യഖൂമു ബികറാമതിഹി ഫയുദാനു ബിമാ ദാന ബിഹി. അവനും ആ പ്രായമെത്തും. അപ്പൊ നല്ല പ്രായമുള്ളവരെ തിരഞ്ഞെടുപ്പിടിച്ച് എന്ത് ചെയ്യണം, നമ്മൾ സഹായിക്കണം. അപ്പൊ അവരുടെ പ്രായം നമുക്കുണ്ടാവും. നല്ല പ്രായമുള്ളവർ,
നല്ല നിലയിൽ പ്രയാസപ്പെടുന്നവരെ നാം സഹായിക്കണം. അവരെ വാഹനം കയറ്റി വിടാൻ സഹായിക്കാം. അതേപോലെ അവര് വാഹനത്തിലേക്ക് വരുമ്പോൾ നമ്മളെക്കായും പ്രായമുള്ളവരാണെങ്കിൽ നമ്മളൊന്ന് എഴുന്നേറ്റ് കൊടുത്ത് അവരെ ഇരുത്താം. അതൊക്കെ നമ്മുടെ ദീർഘായുസ്സിന് കാരണമാകുന്ന സംഗതികളാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ പ്രത്യേകിച്ച്, അപ്പൊ ഏതെങ്കിലും ഒരു വൃദ്ധയായ ആളെ സഹായിച്ചാൽ തന്നെ ആയുസ്സിന് അല്ലാഹു സുബ്ഹാനഹു നീട്ടിത്തരും എന്ന് പറയുമ്പോൾ നമ്മളുടെ ജന്മത്തിനും നമ്മുടെ ഈ വിലാസത്തിനും കാരണക്കാരായ ഈ ഭൂമി കാണാനുള്ള അവസരം നമുക്ക് തന്ന നമ്മുടെ മാതാപിതാക്കൾ, അവരെ നമ്മൾ ബഹുമാനിച്ചാൽ തീർച്ചയായും അതിന്റെ ഒന്നാമത്തെ റിസൾട്ട് അത് ദീർഘായുസ്സാണ് എന്ന് യാതൊരു സംശയവുമില്ല. അപ്പൊ അഞ്ചാമത്തെ കാരണം മാതാപിതാക്കളെ സ്നേഹിക്കുക. ചില ആളുകളുണ്ട്, അവര് മാതാപിതാക്കളെ മൈൻഡ് ചെയ്യൂല, ഗൗരവത്തിൽ നടക്കും. അവരോടൊന്നും ചർച്ച ചെയ്യൂല. ഒരു വാഹനം എടുക്കുമ്പോ അത് വാഹനം എടുക്കുന്ന കാര്യം അവരുടെ അടുത്ത് വാഹനത്തിൽ ഇങ്ങനെ മോൻ വരുമ്പോ ഇതെവിടെ നിന്ന് കിട്ടി മോനെ, അത് ഞാൻ ഇന്നലെ എടുത്തതാണ്. അപ്പോഴാണ് ഉമ്മ അറിയുന്നത്. പാവം ആ ഉമ്മയുടെ മനസ്സിന്റെ വിഷമം. ഉമ്മ എന്നാലും ദ്വാരക്കും, വിഷം ഉമ്മ പ്രകടിപ്പിക്കില്ല, എന്നാലും മനസ്സിന്റെ ഉള്ളിൽ ഒരു നീറ്റലായിരിക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു നീറ്റലിന് അവസരം ഉണ്ടാക്കാതെ നാം സ്നേഹിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതേപോലെ മാതാപിതാക്കളുടെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളുണ്ട്, ഉമ്മയുടെ കൂട്ടുകാരികളുണ്ട്, വാപ്പയുടെ കൂട്ടുകാരന്മാരുണ്ട്. അവരെ നമ്മൾ കാണുമ്പോൾ അവരെ ആ വാപ്പയെ പോലെ നാം ബഹുമാനിക്കണം. ഇതൊക്കെ വലിയ സന്ദേശങ്ങളാണ്. ഈ രാജ്യത്ത്, നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ നടപ്പിൽ വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇത് വലിയൊരു സന്ദേശമായി ഈ സമൂഹം ഏറ്റെടുക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമത്തെ ഒരു കാര്യം സ്വതക്കയാണ്. അസ്വദഖതു റദ്ദുൽ ബലാ. ബലാകളെ, മുസീബത്തുകളെ, പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ തടയുന്നത് സദഖയാണ്. ഇതിന്റെ ഗൗരവം പലർക്കും അറിയില്ല. അത് പള്ളിവഞ്ചിയിലും മറ്റ് വഞ്ചിക്കുറ്റികളിലും കാണിക്ക വഞ്ചികളിലും എഴുതി വെക്കാനുള്ള ഒരു ആപ്തവാക്യമായി മാത്രം പരിഗണിച്ചു പോയി. സ്വതക്ക ഒരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ തൃപ്തി എന്ന ലക്ഷ്യങ്ങൾ നമ്മളിൽ പലർക്കും ഉണ്ടാകുന്നില്ല. പല ചാരിറ്റി പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഒരാൾക്ക് ഒരു 500 രൂപ ഒരാൾ സദക്ക ചെയ്യാൻ അത്രയും കൊടുക്കേണ്ടതില്ല, 300 കൊടുത്താൽ മതി എന്ന് മാനിഉൽ ഖൈർ, മന്നാഉൽ ലിൽ ഖൈർ ആവുന്ന എത്രയോ ആളുകളെ നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ പരിശോധിക്കുമ്പോൾ ഒരുപാട് പരാതികൾ, ഒരുപാട് പ്രതിസന്ധികൾ, ബലാകൾ അവർക്ക് വന്നിട്ടുണ്ട്. കാരണം എന്താ? ഒരു പാവപ്പെട്ടവനെ കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും വരുമ്പം അത്രയൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അത് കുറയ്ക്കുന്ന ആളുകളെ നമുക്ക് കണ്ടിട്ടുണ്ട്. നമ്മുടെ എത്രയോ ചരിത്രങ്ങളുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അവർക്ക് വരും, താങ്ങാൻ കഴിയില്ല, മുച്ചൂടും അള്ളാഹു നശിപ്പിക്കും. അതുകൊണ്ട് നീ കൊടുക്കുക, സ്വതക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു ചെയ്തുകൊണ്ടേയിരിക്കുന്നവനാണ്. ഇന്ന് കൊടുത്തു, അതുകൊണ്ട് നാളെ തരുന്നില്ല എന്ന് അള്ളാഹ് പറയുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഔദാര്യവാനാണ്, അങ്ങേയറ്റത്തെ ഔദാര്യവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്താ കാരണം? ഇന്ന് എനിക്ക് വായു തന്നു, നാളെയും അള്ളാഹു തരുകയാണ്. ഇന്നലെ നിനക്ക് തന്നു, അതുകൊണ്ട് ഇന്നില്ല. നമ്മൾ ഒരാൾക്ക് 100 കൊടുത്തു, അയാള് പിന്നെയും പിറ്റേന്ന് ദിവസം അല്ലെങ്കിൽ ആ 100 കഴിയുമ്പോൾ പിറ്റേന്ന് ഇങ്ങനെ തല ചൊറിഞ്ഞ് നിന്നാൽ കഴിഞ്ഞ ആഴ്ച അല്ലേടാ നിനക്ക് തന്നത്, നീ എന്തോ എപ്പോഴും ചോദിക്കുന്നത് എന്ന് നമ്മൾ പറയും. സുബ്ഹാനല്ലാഹ്. നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. എത്രയോ ആളുകളിലുണ്ട് പൈസ, എത്രയോ ആളുകൾ ഇങ്ങനെ വെറുതെ വെച്ചിട്ടുണ്ട്, എത്രയോ ആളുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി വെച്ചിട്ടുണ്ട്, എത്രയോ ആളുകൾ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണ്. അവരുടെ മുമ്പിലേക്ക് കണ്ണു തുറക്കൂല. ഇത് കുറഞ്ഞു പോകുമെന്നാണ് അവന്റെ വിചാരം. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, സമ്പത്തിൽ നിന്ന് സദഖ ഒരിക്കലും കുറയ്ക്കില്ലട്ടോ. നിങ്ങൾ കൊടുക്കുന്നതനുസരിച്ച് ഊറിക്കൊണ്ടിരിക്കുന്ന വലിയ നിധിയാണ് നിങ്ങളുടെ സദഖ. അതുകൊണ്ട് നിങ്ങൾ സദഖ ചെയ്യണമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലരുണ്ട് കൊടുക്കുകയില്ല, കൊടുക്കുന്നവരെ കൊണ്ട് കൊടുപ്പിക്കത്തേയുമില്ല. അവരിടപെടും. ഏതെങ്കിലും ഒരു വിശേഷ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കും. എന്നാൽ അവിടെയുള്ള പാവത്തുങ്ങൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജോലിക്കാർക്ക്, ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന കാര്യകർത്താക്കൾക്ക് ഒരു 500 രൂപ കൊടുക്കാൻ പറഞ്ഞാൽ, 500 രൂപയോ, എത്ര രൂപ വേണോ അത്രയൊക്കെ കൊടുക്കണോ, 1000 രൂപ കൊടുക്കാൻ പറഞ്ഞാൽ 1000 ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് തടയുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിലോ അവരുടെ മക്കളുടെ ജീവിതത്തിലോ പ്രതിസന്ധികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സ്വതക്ക എന്ന് പറയുന്നത്
പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ നാം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ആയുസ്സിന് അത് കാരണമാണ്. ഇനി 7ാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് പ്രഭാത ഭക്ഷണം നേരത്തെ ആവുക. അത് പ്രഭുവിന്റെ ഭക്ഷണമാവുക. പ്രഭാത ഭക്ഷണം പ്രഭുവിന്റെ ഭക്ഷണമായിരിക്കണം. നല്ല റാഹത്തായ ഭക്ഷണം കഴിക്കേണ്ടത് രാവിലെയാണ്. അത് നേരത്തെ കഴിക്കുകയും വേണം. എന്നാൽ അതിലും കുറച്ച് അളവാണ് ഉച്ചയ്ക്ക് കഴിക്കേണ്ടത്. അതിലും കുറച്ച് അളവാണ് വൈകുന്നേരം കഴിക്കേണ്ടത്. അതും പ്രദോഷത്തിലെ ഭക്ഷണവും നേരത്തെ കഴിക്കണം. ഇശാനിസ്കാരം കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കാരത്തിന്റെയും ഇശാനിസ്കാരത്തിന്റെയും ഇടയിൽ അങ്ങനെ ഭക്ഷണം കഴിച്ച് അത് ദഹിച്ചു മാറാനുള്ള സമയം, അഥവാ ഇശാനിസ്കാരവും അതിന്റെ സുന്നത്തും അതിന്റെ വിത്തറും അതേപോലെ ആ ഒരു സമയവും നമ്മൾ അതിന് കൊടുത്തതിന് ശേഷം നമ്മൾ ഉറങ്ങണം. നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കണം. എങ്കിൽ നേരത്തെ എഴുന്നേക്കാൻ പറ്റും. ഇന്ന് എന്താണോ ആ പറഞ്ഞതിന് വിപരീതമാണ് എല്ലാ ആളുകളും. അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾ, പിന്നെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ആയുസ്സിന് കുറവ്, ഉറക്കമില്ലാത്തതിന്റെ പേരിൽ നമുക്ക് വലിയ നഷ്ടമാണ്. രോഗങ്ങൾ വരും. നമ്മുടെ ശരീരം, ആമാശയം, തലച്ചോറ് ഉൾപ്പെടെ എല്ലാം വിശ്രമിക്കേണ്ട സമയമുണ്ട്. ഇത് നമ്മൾ വളരെ വൈകി 12-1 മണിക്കും പോയി ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ട് ഉറങ്ങിയാൽ നമ്മുടെ ശരീരത്തിന്റെ കണ്ണും മറ്റു അവയവങ്ങളും ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറ് അപ്പോഴും വർക്കിലാണ്. കാരണം തിന്ന ഭക്ഷണം ദഹിപ്പിക്കുക എന്ന ജോലി തലച്ചോറിനുണ്ട്. ആ ജോലിയും കൂടെ നിർവഹിച്ചിട്ടേ അതിന് വിശ്രമിക്കാൻ കഴിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ തത്വത്തിൽ ഇവിടെ സംഭവിക്കുന്നത്, ആ തലച്ചോറ് നമ്മുടെ ഭക്ഷണം കഴിച്ചതെല്ലാം ദഹിപ്പിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഉറക്കം കഴിഞ്ഞ് നമ്മൾ എഴുന്നേക്കും. അപ്പോഴേക്കും പിന്നെ ആ തലച്ചോറിന് വിശ്രമമില്ല. അങ്ങനെയാണ് നമ്മൾ അസുഖക്കാരായി മാറുന്നത്. അതുകൊണ്ട് പ്രഭാതത്തിലെ ഭക്ഷണം നേരത്തെയാകണം. അത് പ്രദോഷത്തിലെ ഭക്ഷണവും നേരത്തെയാകണം. പ്രഭാതത്തിൽ നല്ലതുപോലെ കഴിക്കണം. അതിലും അളവ് കുറഞ്ഞായിരിക്കണം ഉച്ചയ്ക്ക് കഴിക്കേണ്ടത്. അതിലും അളവ് കുറഞ്ഞായിരിക്കണം വൈകുന്നേരം കഴിക്കേണ്ടത്. നേരത്തെ കഴിച്ച് നേരത്തെ നിസ്കരിച്ച് വലിയ സംസാരങ്ങൾ, പിന്നെ ഇശാ നിസ്കരിച്ചാൽ പിന്നെ കലബല സംസാരങ്ങൾ പാടില്ല. നേരത്തെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കണം. ഇതാണ് ആ മനുഷ്യന്റെ രീതി. മനുഷ്യന്റെ ആയുസ്സിന്റെയും ആരോഗ്യത്തിന്റെയും രീതി ഇതാണ്. എന്നാൽ ഒട്ടുമിക്ക ആളുകളും 95% ഇന്ന് അതിന് നേരെ വിപരീതത്തിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിൽ നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ശ്മശാനങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ആയുസ്സില്ലാതെ നേരത്തെ പോകേണ്ടി വരികയാണ്. അതുകൊണ്ട് അതിന്റെ ആ സയന്റിഫിക് സൈഡ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നാൽ തലച്ചോറിന് വിശ്രമമില്ല. സത്യത്തിൽ ആർക്കൊക്കെ വിശ്രമം വേണം? ആമാശയത്തിന് വിശ്രമം വേണം, കൈകാലുകൾക്ക് വിശ്രമം വേണം, കണ്ണുകൾക്ക് വിശ്രമം വേണം, ചിന്തകൾക്ക് വിശ്രമം വേണം, തലച്ചോറിന് വിശ്രമം വേണം. സത്യത്തിൽ നമ്മൾ ഉറങ്ങുമ്പോൾ വയറ് നിറഞ്ഞിട്ടാണ് കിടക്കുന്നതെങ്കിൽ തലച്ചോറിന് വിശ്രമമില്ല. ആ ഉറക്കം 4-5 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും തലച്ചോറിന് വീണ്ടും വർക്ക്. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ തലച്ചോറ് ആ കാഴ്ചകളെ സ്വീകരിക്കുകയും അതിന്റെ നിർദ്ദേശങ്ങളും കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടിയിലേക്ക് അത് കയറി. ബാക്കിയുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നിയന്ത്രിക്കുക എന്ന ഡ്യൂട്ടിയിലേക്ക് അത് കയറി. അതുകൊണ്ട് തന്നെ ആ തലച്ചോറിന് വിശ്രമമില്ലാതാകുമാറുന്നു, രോഗം വരുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നാം ശ്രദ്ധിക്കുക. ഇതൊരു സന്ദേശമായി, ഒരു വലിയ പെരുന്നാൾ സന്ദേശമായി സ്വീകരിക്കുക. അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തരുമാറാകട്ടെ. സമൂഹത്തിലും രാജ്യത്തിലും സൗഹാർദ്ദം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. പല സ്റ്റേറ്റുകളിലും കലാപങ്ങൾ നടക്കുകയാണ്, വർഗീയ ധ്രുവീകരണം നടക്കുകയാണ്, വർഗീയമായി ജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാനം നിലനിർത്തി തരുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ഹാജിമാരെ സ്വീകരിക്കുകയും എല്ലാവിധമായ സൗകര്യങ്ങളോടുകൂടി അതിന്റെ പൂർണ്ണതയിലേക്ക് നീങ്ങുന്ന ഈ സമയത്ത് അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ രാജാക്കന്മാർ, അവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ വളണ്ടിയർമാർ, അതാത് രാജ്യങ്ങളിൽ നിന്ന് പോയ വളണ്ടിയേഴ്സ്, അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. വല്ലാത്തൊരാഗ്രഹം, താമസം നമുക്കും ആ ഹജ്ജിന് പോകണം, ഉംറയ്ക്ക് പോകണം, അതൊക്കെ ചെയ്യാൻ അവിടെ എത്തണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.